ഹായ് ഗൈസ്, എല്ലാവർക്കും ഒരു സ്വാഗതം. മോരിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് നമ്മളൊരു പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു വെള്ളരിക്ക പുളിശ്ശേരിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതുണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനൊരു മീഡിയം സൈസ് വെള്ളരിക്കയുടെ പകുതി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ചട്ടി കഴുകി എടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളരിക്ക ഈ ചട്ടിക്കകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി വെള്ളരിക്ക വേകാൻ ആവശ്യമായ വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കുഞ്ഞിന് കൊടുക്കേണ്ടതായതുകൊണ്ട് എരിവ് കുറച്ചാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കിപ്പം വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് കൂടി കീറിയിടാവുന്നതാണ്. ഇനി 2 തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതൊരു അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരണ്ടി എടുത്ത് വച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരു 3-4 ഇതൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടി ഞാൻ എടുക്കുന്നുണ്ട്. അതുകൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടി വേണം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം. ഇനി ഞാനിവിടെ കുറച്ച് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കട്ട തൈരാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല പുളിയുള്ള തൈരെടുത്ത് കേട്ടോ. വീട്ടിലിവിടെ ഉണ്ടാക്കിയ തൈര് തന്നെ ഞാൻ എടുത്തേക്കുന്നത്. ഇതിൻ്റെ കട്ടയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് എടുത്തിട്ട് വരണം. വെള്ളരിക്ക ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിന് ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇതിനകത്ത് കിടന്ന് തിളച്ചോട്ടെ. ഈ അരപ്പിൻ്റെ പച്ചച്ചോവയൊക്കെ ഒന്ന് മാറണം. പിരിഞ്ഞു പോകത്തൊന്നുമില്ല. ഈ സമയത്ത് ഉപ്പ് കുറവാന്ന് തോന്നിയാൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അരപ്പിൻ്റെ പച്ചച്ചോവയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം. തൈര് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞ് പിന്നെ തിളപ്പിക്കരുത്. നല്ലപോലെ ഒന്ന് ചൂടായാൽ മതി. അപ്പം ചട്ടി ആയതുകൊണ്ട് ചൂട് നല്ലപോലെ നിൽക്കും. അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കാൻ. ഞാനിവിടെ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി തിളയ്ക്കാൻ പാടില്ല. നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പം നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഞാനിവിടെ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളി. അതിനായിട്ട് ഞാൻ അടുപ്പിലോട്ടൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലോട്ട് ഉണക്കമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട്. ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ഞാൻ ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. എണ്ണ നല്ല ചൂട് കിടക്കുവാണ്, അതുകൊണ്ടാണ് സ്റ്റൗ ഓഫാക്കിയത്. ഇനി ഇത് നമുക്ക് കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പുളിശ്ശേരി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുന്ന, സബ്സ്ക്രൈബ് ചെയ്യുന്ന. നല്ല പുളിശ്ശേരി ആയെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കഴിച്ച് നോക്കണം. അടിപൊളിയാണ്. സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.